പന്തളത്ത് രാജാവ് രാജകുമാരൻ രാജാവായിട്ട് വാഴണമെന്നുള്ള ആഗ്രഹം രാജാവിനുണ്ടായിരുന്നു. കുമാരൻ രാജാവായിട്ട് വാഴണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ആഭരണങ്ങൾ ഉണ്ടാക്കി വെച്ചത്. പക്ഷെ അദ്ദേഹത്തിന് ഭൗതിക സുഖമല്ല മണികണ്ഠൻ ആത്മീക സുഖത്തിലേക്ക് ധ്യാനത്തിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന് അത് രാജ്യപദവി സ്വീകരിക്കാൻ തയ്യാറായില്ല. പന്തളത്ത് രാജാവിന് അത് ഖേദമായി. അച്ഛൻ ഖേദിക്കേണ്ട, വർഷത്തിലൊരിക്കൽ എന്നെ കൊണ്ട് അണിയിക്കൂ എന്ന് ആജ്ഞാപിച്ചനുസരിച്ചാണ് നമ്മൾ ഈ തിരുവാഭരണം പന്തളത്ത് രാജാവിൻ്റെ അകമ്പടിയോടുകൂടി നമ്മൾ കൊണ്ടുപോയി അവിടെ മകരവിളക്ക് ദിവസങ്ങൾ അവിടെ ചാർത്തി പന്തളത്ത് രാജാവ് എന്ന് തൊഴുന്നതും അദ്ദേഹം തൊഴുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെ രാജകുമാരനെ കാണാനായിരുന്നു എന്നുള്ള ഭാവത്തിൽ അദ്ദേഹം തൊഴുന്നു. അപ്പോൾ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തല്ലോ എന്നുള്ള ഒരു ഭാഗം ആ മണികണ്ഠൻ ആ തിരുവാഭരണം അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനും തോന്നുന്നതാണ്. ആ ഒരു ദിവ്യമായ സന്ദർഭം, ആ ഒരു നിമിഷ നേരം, ആ അച്ഛനും മകനും തമ്മിലുള്ള ആ നിമിഷ നേരം വർണ്ണിക്കുന്ന വിഷയം, അത് അത്ഭുതമായ ഒരു ദിവസം. നമുക്കത് വർണ്ണിക്കാൻ പറ്റും, അതിനതീതമാണ്.